എല്ലാവർക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും. ആദ്യം എൻ്റെ പേര് പറയാം. എൻ്റെ പേര് അഖില എന്നാണ്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒരു ഓണം സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിന് റീസൺ അപ്പോൾ ഈ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബയോട്ടിക്കിൻ്റെ ഒരു സൺസ്ക്രീൻ പ്ലസ് ഫേസ് ലോഷൻ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും മുഖത്ത് ഫേസിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് ഫൗണ്ടേഷനായിട്ട് മേബലിൻ്റെ ഫിറ്റ് മീ 128 ഷെയ്ഡ് വരുന്ന ഒരു ഫൗണ്ടേഷനാണ് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തത്. അത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യണം ഫേസിൽ, അതിൻ്റെ നെക്കിലും. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നവരിതായതുകൊണ്ട് നമുക്ക് കൈ ആണെങ്കിൽ കൈ യൂസ് ചെയ്തത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടത്. അടുത്തതായിട്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എറ്റ്യൂഡ് ഹൗസിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഐബ്രോസ് വളരെ തിൻ ആയതുകൊണ്ട് ബ്രൗൺ ഷെയ്ഡ് ആയിരിക്കും എനിക്കത് സ്യൂട്ടബിളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് വരുന്നത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ബ്രഷ് ഉണ്ട്, നമുക്കത് യൂസ് ചെയ്ത് ഐബ്രോസ് ഷേപ്പ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ 2 ഐബ്രോസും ഞാൻ ഈ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുകയാണ്. നല്ലോണം തിക്നെസ് തോന്നിക്കുന്ന രീതിയിൽ അത് ഫില്ല് ചെയ്യുക. ഷേപ്പ് വരുന്നതിനായിട്ടായിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് യൂസ് ചെയ്യുക. ഐബ്രോസ് ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഐഷാഡോയ്ക്ക് പകരം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലാക്മിയുടെ ഒരു കാജലാണ്. കാരണം ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു കാജലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് എൻ്റെ ബ്ലൗസ് ബ്ലൂ കളർ ആയതുകൊണ്ട് ബ്ലൗസിന് മാച്ചായിട്ടാണ് ഞാനിവിടെ ബ്ലൂ കാജൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഐഷാഡോ ഇല്ലാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും, ബ്ലൂ കളർ കാജലുണ്ടെങ്കിൽ. അപ്പം അത് കാജൽ കൊണ്ട് വരുന്നതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഐലൈനറാണ്. കണ്ണിൻ്റെ പുറത്ത് ലാക്മിയുടെ ഐലൈനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് യൂസ് ചെയ്ത് കണ്ണിൻ്റെ പുറത്തൊരു ലൈൻ വരയ്ക്കുക. തിക്കായിട്ട് വരയ്ക്കണമെങ്കിൽ തിക്കായിട്ട് വരയ്ക്കാം, ജസ്റ്റ് ചെറിയൊരു ലൈനായിട്ട് വരയ്ക്കണമെങ്കിൽ ലൈനായിട്ട് വരയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ വരയ്ക്കുക. ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് കണ്ണിന് താഴെയും ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം 2 കണ്ണിലും ഞാൻ താഴെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്തതായിട്ട് കണ്ണിന് താഴെ ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ മേബലിൻ്റെ ഒരു കാജൽ യൂസ് ചെയ്തിട്ടാണ് കണ്ണിന് താഴെ വരഞ്ഞിരിക്കുന്നത്. നല്ല തിക്കായിട്ട് വരയ്ക്കണം, കാരണം ഒരു നാച്ചുറൽ ലുക്ക് വരുന്ന വേണ്ടിയിട്ടായിട്ട് നല്ല തിക്കായിട്ട് 2 കണ്ണിലും വരയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്, ഏകദേശം 2 വരച്ചു. ഇനി അടുത്തതായിട്ട് കണ്ണിൻ്റെ മേളിൽ ജസ്റ്റ് ലൈറ്റായിട്ട്, ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ ആ പിലിയുടെ അടിഭാഗത്തായിരുന്നു വരച്ച കണ്ണ് കുറച്ച് നമ്മൾ കണ്ണ് കാണുമ്പോൾ ഭയങ്കര തിക്കായിട്ട് തോന്നും മേളിലും താഴെ നോക്കുമ്പോൾ.
അതിനുശേഷം ലാസ്റ്റായിട്ട് മസ്കാര കണ്ണിലത്തേക്ക് വേണ്ടിയിട്ട് ഐലാഷസിന് വേണ്ടിയിട്ടാണ് മസ്കാര. ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഐലാഷസിലും താഴെയും മേളിലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്യണം. മസ്കാര യൂസ് ചെയ്യുമ്പോൾ കണ്ണൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇനി അടുത്തതായിട്ട് ബ്ലഷിന് വേണ്ടിയിട്ട് ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. ലാക്മിയുടെ ഒരു ചില്ലി ന്യൂഡ് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കാണ്. ചീക്കിലും അത് മൂക്കിൻ്റെ തുമ്പിലും ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കളർ കാണും ഈ കളറിന്. അപ്പോൾ നമുക്ക് തിക്കായില്ല, കട്ടി തോന്നിയ മീൻ അത് എടുത്തറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് കുറച്ചുകൂടെ യൂസ് ചെയ്യാം. എനിക്കിവിടെ ചെയ്ത് വന്നപ്പോഴത്തേക്കും അറിയുന്നതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി യൂസ് ചെയ്തിട്ടുണ്ട് ആ ലിപ്സ്റ്റിക്ക് ബ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂക്കിൻ്റെ തുമ്പിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മൂക്കിനൊരു ഷേപ്പ് തോന്നിക്കും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും. ഇപ്പോൾ ബ്ലഷ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ലിപ്സ്റ്റിക്കാണ് മെയിൻ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന നൈക്കയുടെ 30M ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ലിപ്പ് ലൈനർ ഇല്ലാത്തത് കൊണ്ട് ലിപ്സ്റ്റിക്ക് കൊണ്ട് ഫസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് ഫസ്റ്റ് ലൈൻ വരയ്ക്കുക ലിപ്പിന് ചുറ്റുമായിട്ട്. എന്നിട്ട് ലിപ്സ്റ്റിക്ക് അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ്സ്റ്റിക്ക് ഇനി അടുത്തതായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു ലാക്മിയുടെ ഒരു ന്യൂഡ് ഷെയ്ഡ് വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ന്യൂഡ് ഷെയ്ഡാവും. ലിപ്സ്റ്റിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ് സാരിയുടെ ലുക്ക് അടുത്തതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് സാരി ഉടുത്തതിന് ശേഷമുള്ള. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഓണം ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ഗോൾഡ് ഇയറിങ്സും ഗോൾഡ് ബാംഗിൾസുമാണ്. കാരണം മേച്ചായിട്ട് വേറെ കമ്മലും വളയൊന്നും കിട്ടിയിട്ടില്ല. മാല സെയിം ബ്ലൗസിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തതാണ് മാലയിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ബൈ.